ട്രേഡിംഗ് സൈക്കോളജിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മണിയായിട്ട് ഡിറ്റാച്ച്ഡ് ആയിരിക്കണം. നമ്മളിപ്പോൾ ഓരോ ട്രേഡ് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ P&L നോക്കിയിട്ട് ഓക്കെ പ്രോഫിറ്റ് വന്നു ലോസ് വന്നു റെഡ് ഗ്രീന് അതൊക്കെ നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ടെൻഷനാവും. 1 day 1 crore ഉണ്ടാക്കി 1 day 50 lakhs ഉണ്ടാക്കി 20 lakhs ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് കണ്ടിന്യൂസ് ആയിട്ട് സ്ക്രീൻഷോട്ട് പോസ്റ്റ് ചെയ്യുന്നതാണ്. ഇൻ ബിറ്റ്വീൻ ചിലപ്പോൾ 1 year ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു പ്രോഫിറ്റ് ഉണ്ടാകും. പെട്ടെന്ന് ഒരു ഇവന്റ് വരുമ്പോഴേക്കും ചിലപ്പോൾ ഈ 1 year ഉണ്ടാക്കിയ പൈസ ഒന്നിച്ച് ഒറ്റയടിക്ക് പോകും. നമ്മൾ ഒരു സൈഡിലൊക്കെ ട്രേഡ് ചെയ്യുന്നു, അടുത്ത സൈഡിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ചിലപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരിക്കും, ചില ബാങ്ക് ഓഫ് അമേരിക്കയുടെ ആൾക്കാരായിരിക്കും. നമ്മളൊരു ദിവസം നന്നായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരിക്കും. അപ്പോൾ സ്റ്റേജിൽ ലൈവ് ട്രേഡിങ്ങിന് എനിക്ക് ഓപ്പർച്യൂണിറ്റി വന്നു. അപ്പോൾ അതിൽ ഭയങ്കര നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടായി. എന്തുകൊണ്ടാണ് ട്രേഡിങ്ങിൽ വെറും 10% പേർ മാത്രം വിജയിക്കുന്നത്? ട്രേഡിംഗ് എന്ന കരിയർ ചൂസ് ചെയ്യുന്നവരിൽ 90% ഫെയിൽ ആകുന്നത് എന്തുകൊണ്ട്? ഷെയർ ട്രേഡിംഗ് നമുക്കൊരു കരിയർ ഓപ്ഷനായി ചൂസ് ചെയ്യാൻ സാധിക്കുമോ? അതും ഒരു ഫുൾ ടൈം കരിയർ ഓപ്ഷനായി? എന്നിങ്ങനെ ട്രേഡിംഗ് ചെയ്യുന്ന അല്ലെങ്കിൽ ട്രേഡിംഗ് എന്ന കരിയർ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമായി ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഒരു 10-15 വർഷത്തിൽ അധികമായി ട്രേഡിംഗ് എന്ന സ്കില്ലിനെ ഇൻഡെപ്തായി പഠിക്കുകയും അതിലൊരു സക്സസ്ഫുൾ സ്ട്രാറ്റജി ബിൽഡ് ചെയ്ത ശേഷം സദർലൻഡ് എന്ന മൾട്ടിനാഷണൽ കമ്പനിയുടെ ഡയറക്ടർ പൊസിഷൻ സെൽഫ് റിസൈൻ ചെയ്ത് ഫുൾ ടൈം ട്രേഡിംഗ് കരിയർ ഓപ്ഷനായി ചൂസ് ചെയ്ത് ഇന്നൊരു സക്സസ്ഫുൾ ട്രേഡറായി വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ട്രേഡിംഗ് എന്ന സക്സസ്ഫുൾ കരിയർ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും ഡ്രീം മെൻറ്ററായിട്ടുള്ള ഷിജു ആൻ്റണിയാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ഹൈലി റെപ്യൂട്ടഡ് ആയ ഒരു ജോബ് പൊസിഷനിൽ ഇരുന്ന ഒരാളാണ്. ആ ഒരു ജോലി ക്വിറ്റ് ചെയ്ത് ട്രേഡിംഗ് പോലെ ഒരു റിസ്കി ആയിട്ടുള്ള ഒരു കരിയർ ഓപ്ഷൻ ചൂസ് ചെയ്യാനുള്ള റീസൺ എന്തായിരുന്നു? എല്ലാവരും തന്നെ ട്രേഡിങ്ങിലേക്ക് വരുന്ന ഒരു നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മിഡ് ലൈഫ് ക്രൈസിസിലാണ്. നമ്മുടെ ലൈഫിൻ്റെ ഒരു 30s എത്തുമ്പോഴേക്കും നമുക്ക് എക്സ്ട്രാ എന്തെങ്കിലും വേണം. അപ്പോൾ എനിക്കിപ്പോൾ അത് തന്നെയായിരുന്നു പ്രശ്നം. എൻ്റെ ലിവിങ് സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യണമെങ്കിൽ എനിക്കൊരു എക്സ്ട്രാ ഇൻകം വേണമെന്ന് തോന്നി. അപ്പോൾ ട്രേഡിംഗ് ഒരു ഈസ് ഓഫ് എൻട്രി ഉണ്ട്, നമുക്ക് പെട്ടെന്ന് ട്രേഡിങ്ങിലേക്ക് ഒരു ബിസിനസ്സായിട്ട് സ്റ്റാർട്ട് ചെയ്യാം, ട്രേഡ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ അതുകൊണ്ട് ഞാനത് ചൂസ് ചെയ്തു, അത് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയത്. നമുക്ക് എത്രയൊക്കെ സ്കില്ലുണ്ടെങ്കിലും മാത്തമാറ്റിക്കലായിട്ടും അനലിറ്റിക്കലായിട്ടൊക്കെ എത്രയൊക്കെ സ്കില്ലുണ്ടെങ്കിലും നമുക്ക് അത്ര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ കാര്യമല്ല എന്ന് മനസ്സിലായത്. പിന്നെ വർഷങ്ങളെടുത്ത് ആദ്യത്തെ 2-3 വർഷമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഏത് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലോസിലേക്ക് പോകും. പക്ഷേ ഒരു 4-5 വർഷം കൊണ്ട് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ വിന്നേഴ്സും ലൂസേഴ്സും കിട്ടുന്നൊരു സിറ്റുവേഷനിലേക്ക് എത്തി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 10 വർഷത്തോളം ട്രേഡിംഗ് ജോബ് ഒന്നിച്ച് കൊണ്ടുപോയി നന്നായിട്ട് പ്രോഫിറ്റബിൾ ആയിട്ട് അത് വെച്ചിട്ട് നമ്മുടെ റിക്വയർമെൻറ്റ്സ് എല്ലാം മീറ്റ് ചെയ്യാമെന്ന് ഉറപ്പ് വന്നതിന് ശേഷം മാത്രമാണ് ജോലി വിട്ടത്. അപ്പോൾ 10 വർഷത്തോളം ട്രേഡിംഗ് നന്നായി പഠിച്ച് അതിൽ നല്ലൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്ത് ഒരു സ്ട്രാറ്റജി കറക്റ്റ് ആക്കിയ ശേഷം മാത്രമാണ് ട്രേഡിംഗ് ഒരു ഫുൾ ടൈം കരിയർ ഓപ്ഷനായി ചൂസ് ചെയ്യുക. അപ്പോൾ ബിഗിനിങ് സ്റ്റേജിൽ എങ്ങനെയായിരുന്നു ട്രേഡിംഗ് പോലുള്ളൊരു സ്കില്ല് ഡെവലപ്പ് ആക്കി എടുക്കുന്നത്? എവിടെ നിന്നായിരുന്നു ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്തത്? ആ സമയത്ത് നമുക്ക് ആകെ റിലയബിൾ ആയിട്ടുള്ള ഒരാളെന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രോക്കേഴ്സാണ്. പക്ഷേ ബ്രോക്കേഴ്സിൻ്റെ ടിപ്പ് എന്ന് പറഞ്ഞാലും അത് ഒരിക്കലും അങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ ഒന്നും അറിയത്തില്ല ഇല്ലാത്തതിനേക്കാളും മെച്ചമാണ് നമ്മൾ അവർ പറയുന്നത് കേൾക്കുന്നത്. അങ്ങനെ അത് കേട്ടു, പക്ഷേ അത് വെച്ചിട്ടൊരു ഗ്രോത്ത് ഉണ്ടായില്ല. പിന്നെ ടിപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാർക്ക് പൈസ കൊടുത്ത് അവിടുന്ന് ടിപ്പ് വാങ്ങി ചെയ്ത് നോക്കി, പക്ഷേ അത് സക്സസ് ആയില്ല. അതിനുശേഷം ഓരോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം, അന്ന് മണി കൺട്രോൾ മെസ്സേജ് ബോർഡാണുള്ളത്. അപ്പോൾ അതിൽ പോയിട്ട് അവിടുന്ന് ആൾക്കാരെ കണ്ടുപിടിച്ചു, അവരുമായിട്ട് സംസാരിച്ചു. അതിനുശേഷം ഇൻവെസ്റ്റർ പീഡിയയിൽ നോക്കി വായിച്ച് പഠിച്ച് അങ്ങനെയാണ് ട്രേഡിംഗ് സ്കില്ല് ഡെവലപ്പ് ചെയ്തത്. അതൊരു കുറേ ഇയേഴ്സ് എടുത്തു. ഇപ്പോൾ ഒരാൾ ട്രേഡിങ്ങിലേക്ക് വരുവാണെങ്കിൽ ഒരു 6 മാസം കൊണ്ട് പഠിക്കാവുന്ന കാര്യങ്ങൾ അന്ന് എനിക്കൊരു 5 വർഷം കൊണ്ട് എടുത്ത് പഠിച്ചെടുക്കാതെ. ഓക്കെ, അപ്പോൾ ഈ ആദ്യത്തെ ഒരു 5 വർഷം എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു? സക്സസ് ആയിരുന്നു, ലോസ് ആയിരുന്നു? ഇല്ല, അന്ന് ലോസ് ആയിരുന്നു. ഓക്കെ, കണ്ടിന്യൂസ് ലോസ് തന്നെ, കണ്ടിന്യൂസ് ലോസ് ആയിരുന്നു. ഇപ്പം സാധാരണ നമ്മൾ കണ്ടുവരിക ഒരു ഷെയർ മാർക്കറ്റിൽ ഒരാൾ വന്നു കഴിഞ്ഞ് ആദ്യം കുറച്ച് ലോസ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് വിട്ട് പോവുകയാണ് പതിവ്. പക്ഷെ ഒരു 5 വർഷം കണ്ടിന്യൂസ് ലോസ് വന്നിട്ടും പിന്നീടും ഒരു ട്രേഡിംഗ് ഒരു കരിയറായിട്ട് ബിൽഡ് ചെയ്യണം, അതിൽ ഫോക്കസ് ചെയ്യണം, ആ ഒരു ഡിസിഷൻ എന്തായിരുന്നു? ആ ഒരു മോട്ടീവ് എന്തായിരുന്നു? അതിലൊരു 2-3 കാര്യമുണ്ട്. ഒന്ന്, എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ലോസ് വന്നെങ്കിലും അതിൻ്റെ ഒരു മറുസൈഡ് ഉണ്ട്, ഒരു മറുവശമുണ്ട്. അപ്പോൾ അതിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അതുകൊണ്ടാണല്ലോ ലോസ് വരുന്നത്. ഒരു കാര്യത്തിന് 2 വർഷം ഉണ്ടല്ലോ, അതൊന്ന് ആ ഒരു റിയലൈസേഷൻ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് അറിയാമായിരുന്നു എന്തെങ്കിലും ഒരു കാലത്ത് എനിക്ക് പഠിച്ചെടുക്കാൻ പറ്റുമെന്ന് അറിയാമായിരുന്നു. പിന്നെ മെയിനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ട്രേഡിങ്ങിലേക്ക് വന്നെങ്കിൽ ഞാനൊരു ജോബിലൊട്ടും കോംപ്രമൈസ് ചെയ്തില്ല. അപ്പോൾ ജോബിൽ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇൻകം ഉണ്ടായിരുന്നു, എനിക്കിത് ട്രേഡിങ് സപ്പോർട്ട് ചെയ്യാനുള്ള ഇൻകം ഉണ്ടായിരുന്നു. അപ്പോൾ ജോബിൽ കിട്ടും, അത് ട്രേഡിങ്ങിൽ പോകും. പക്ഷേ ഞാൻ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യും. ജോബിൽ നല്ല പൊസിഷൻസും നല്ല പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ നന്നായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. അത് വെച്ചിട്ട് ട്രേഡിങ് എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റി. അതുകൊണ്ടാണ് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇത്രയും വർഷം പിടിച്ചു വയ്ക്കാൻ പറ്റിയത്.
അപ്പോൾ ആദ്യ ടൈമിൽ ലോസ് വന്നപ്പോൾ മനസ്സിലാക്കി അതിലൊരു സക്സസ്സിനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന്. അപ്പോൾ പിന്നീട് എങ്ങനെയാണ് ആ ഒരു ലോസിനെ ആ ഒരു സക്സസ്സിലേക്ക് എത്തിക്കുന്നത്? അതിനുവേണ്ടി എന്തൊക്കെ സ്റ്റെപ്സ് എടുത്തു, എന്തൊക്കെ ഒരു പ്രിപ്പറേഷൻസ് ആണ് എടുത്തത്? അതിൽ കൂടുതലും കിട്ടുന്ന ഓൺലൈൻ റിസോഴ്സസ് വെച്ചിട്ട് പഠിക്കുക, പിന്നെ ട്രേഡ് ചെയ്ത് എക്സ്പെരിമെൻറ്റ് ചെയ്യുക, വീണ്ടും പഠിക്കുക, വീണ്ടും എക്സ്പെരിമെൻറ്റ് ചെയ്യുക, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ടെക്നിക്സ് ഒരു 10% ഉള്ളൂ, ബാക്കി 90% നമ്മുടെ തന്നെ സൈക്കോളജി ഉള്ളൂ. നമ്മൾ ആ ലോസിനെ എങ്ങനെ കാണുന്നു, നമ്മളത് എങ്ങനെ ഓവർകം ചെയ്യുന്നു, അല്ലെങ്കിൽ ലൈഫ് സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ട്രേഡിങ് സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ബുക്സ് വാങ്ങി, അത് വായിച്ചു. പിന്നെ ബിഹേവിയറൽ എക്കണോമിക്സ്, അങ്ങനെ ഹ്യൂമൻ സൈക്കോളജി, അങ്ങനെയുള്ള ഏരിയാസിലുള്ള ബുക്സ് കുറേ വായിച്ചു. അപ്പോൾ അതിലുള്ളതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ബുക്കാണ് ട്രേഡിംഗ് ഇൻ ദ സോൺ. ഈ ബുക്ക് തന്നെ പലതവണ ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും വീണ്ടും വായിച്ചു, എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നു. അത് എന്നെ തന്നെ ഒരു ട്രേഡിങ്ങിന് പറ്റിയ ഒരു ക്യാരക്ടർ ബിൽഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തു. അപ്പോൾ ഒരു സക്സസ്ഫുൾ ട്രേഡർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യമാണ് സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ട്രേഡിംഗ് സൈക്കോളജി എങ്ങനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും? ലോസ് വരുമ്പോൾ നമ്മൾ എങ്ങനെ അതിനെ ഫേസ് ചെയ്യാനായിട്ട് പറ്റും? ട്രേഡിംഗ് സൈക്കോളജിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മണിയായിട്ട് ഡിറ്റാച്ച്ഡ് ആയിരിക്കണം. അപ്പോൾ ഞാൻ കുറേ ട്രേഡേഴ്സിൻ്റെ ഇൻ്റർവ്യൂസ് വായിച്ചിട്ടുണ്ട്, കുറേ അധികം. അപ്പോൾ മാർക്ക് ഡഗ്ലസിൻ്റെ ഒരു ബുക്ക്, പിന്നെ ഒരു ജാക്ക് ഷോഗറിൻ്റെ കുറേ ബുക്സ് ഉണ്ട്, എന്താണ് മാർക്കറ്റ് യൂസർ എന്ന് പറഞ്ഞിട്ട്, അതൊരു സീരീസ് തന്നെയുണ്ട്. US-ലെ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള ട്രേഡേഴ്സ് ഒക്കെ ആയിട്ടുള്ള ഇൻ്റർവ്യൂസാണ്. അപ്പോൾ അതിൽ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ പറയുന്നൊരു കാര്യമുണ്ട്, അവർ മണിയായിട്ട് ഡിറ്റാച്ച്ഡ് ആണ്. അപ്പോൾ അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ട്രേഡിങ് ചെയ്യുക, അതിൽ പൈസ വന്നു പോയോ അത് അവർക്ക് സെക്കൻഡറി ആണ്. ഇപ്പോൾ വാറൻ ബഫറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അയാൾ ഇത്രയോ 30-40 years ആയിട്ട് സെയിം ഹൗസിലാണ് ജീവിക്കുന്നത്, അത്രയും കാലമായിട്ട് സെയിം വണ്ടിയാണ് ഓടിക്കുന്നത്. അയാൾ ആ പൈസ വിടുന്നുണ്ട്, പക്ഷേ ആ പൈസ എന്ന് പറഞ്ഞാൽ അതൊരു സ്കോറാണ് അവർക്ക്. അത് വേറൊരു പൈസ അല്ലെങ്കിൽ മണി, ആ ഫാക്ടറുമായിട്ട് അവർ കംപ്ലീറ്റ്ലി ഡിറ്റാച്ച്ഡ് ആണ്. ആ ഒരു സിറ്റുവേഷനാണ് നമുക്ക് വേണ്ടത്. നമ്മളിപ്പോൾ ഓരോ ട്രേഡ് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ P&L നോക്കിയിട്ട് ഓക്കെ പ്രോഫിറ്റ് വന്നു, ലോസ് വന്നു, റെഡ് ഗ്രീന്, അതൊക്കെ നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ടെൻഷനാവും. ഓക്കെ ഇത്ര പൈസ ഉണ്ടായിരുന്നില്ല, എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യണം. ചിലപ്പോൾ അതിലൊരു 10,000 rupees പോവുകയാണെങ്കിൽ, ലോസ് വരുവാണെങ്കിൽ ഓക്കെ ഈ 10,000 ഉണ്ടെങ്കിൽ എനിക്ക് ഒരു 15 days എക്സ്പെൻസ് മീറ്റ് ചെയ്യായിരുന്നു, അങ്ങനെയൊക്കെ ചിന്ത വരും. പക്ഷെ ആ ഒരു ഫീലിംഗ് നമ്മൾ ഡിറ്റാച്ച്ഡ് ആകുന്ന എന്നാണോ അന്ന് നമുക്ക് സക്സസ് ട്രേഡിങ്ങിൽ വരാൻ തുടങ്ങത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും വർഷത്തിൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു സക്സസ്ഫുൾ ട്രേഡർക്ക് വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റീസ് എന്തൊക്കെയായിരിക്കും? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട കാര്യമാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ മണിയായിട്ട് ഡിറ്റാച്ച്ഡ് ആയിരിക്കണം. പിന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ സ്കിൽസ് വേണ്ടത് അത്യാവശ്യം മീൻസ് ബേസിക് മാത്തമാറ്റിക്സ്, ബേസിക് സ്റ്റാറ്റിസ്റ്റിക്സ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അത്യാവശ്യം അറ്റ്ലീസ്റ്റ് ആവറേജ് അല്ലെങ്കിൽ എബോവ് ആവറേജ് ആയിരിക്കണം. മീൻസ് എക്സ്ട്രീംലി ഹൈ സ്കില്ലോ അങ്ങനെയൊന്നും വേണമെന്നില്ല, എബോവ് ആവറേജ് ആയിരിക്കണം അതിനുള്ള സ്കിൽസൊക്കെ. അതുണ്ടാവണം. പിന്നെ പേഷ്യൻസ്, നമുക്ക് ഒരു ട്രേഡിൽ എൻട്രി ചെയ്യാൻ എക്സിറ്റ് ചെയ്യാൻ അതൊക്കെ പേഷ്യൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെയാണ് സ്കിൽസ് ശരിക്കും വേണ്ടത്. ബാക്കിയൊക്കെ ഡെവലപ്പ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഒരു ബിഗിനർ ആയിട്ട് വരുന്ന ഒരാൾക്ക്, ഷെയർ മാർക്കറ്റിനെ കുറിച്ച് ഒന്നും അറിയാതെ വരുന്ന ആൾക്ക് എവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും? എവിടെ നിന്ന് ഈ ഒരു സ്കിൽസ് അവർക്ക് പഠിക്കാനായിട്ട് പറ്റും? ഇന്നത്തെ കാലത്ത് നമുക്ക് കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, മീൻസ് കുറേ ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് തന്നെ ചൂസ് ചെയ്യാൻ പറ്റും. കുറേ ട്രെയിനേഴ്സ് ഉണ്ട്, കുറേ യൂട്യൂബിൽ ഫ്രീ വീഡിയോസ് ഉണ്ട്, അല്ലെങ്കിൽ ഓൺലൈൻ കോഴ്സസ് ഉണ്ട്. അപ്പോൾ ആദ്യം കുറേ ഫ്രീ വീഡിയോസ് അല്ലെങ്കിൽ ഫ്രീ ആയിട്ടുള്ള കോഴ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്യുക. അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓക്കെ ഇത് നമുക്ക് പറ്റുന്ന കാര്യമാണോ എന്ന്. അത് പറ്റുമെങ്കിൽ മാത്രം പിന്നീട് പോയിട്ട് പെയ്ഡ് ആയിട്ടുള്ള ഒരു ടീച്ചറെ കണ്ടുപിടിക്കുക, ഒരു മെൻറ്ററെ കണ്ടുപിടിക്കുക, അവരുടെ അടുത്ത് കോച്ചിങ്ങിന് പോവുക. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഒരു കാലം എന്ന് പറയുന്നത് ഒരുപാട് റിസോഴ്സസ് അവൈലബിൾ ആയിട്ടുള്ള ഒരു ടൈമാണ്. പക്ഷേ ഈ ഇൻ്റർനെറ്റിൽ നിന്ന് കിട്ടുന്ന എല്ലാ റിസോഴ്സസും റൈറ്റ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഇപ്പോൾ ഒരു ബേസ് നോളജ് ഉണ്ടാക്കി കഴിഞ്ഞ ഒരു നല്ലൊരു ഗൈഡൻസ് തേടി പോകുമ്പോൾ, ഒരു നല്ലൊരു മെൻറ്ററെ ചൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും? എങ്ങനെ ഒരു നല്ലൊരു മെൻറ്റർ, ഒരു നല്ല ഗൈഡൻസ് അവർക്ക്? ഇന്ന് ട്രേഡിങ്ങിലുള്ള ഏറ്റവും വലിയ ചലഞ്ചാണ് നല്ല മെൻറ്ററെ കണ്ടുപിടിക്കാൻ ഉള്ള ബുദ്ധിമുട്ട്. ഇപ്പോൾ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ട്വിറ്ററാണ് ട്രേഡേഴ്സിൻ്റെ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ. നമ്മൾ ട്വിറ്ററിൽ പോകുകയാണെങ്കിൽ നമുക്ക് കുറേയധികം ട്രേഡേഴ്സിനെ കാണും. ഇവർ ഡെയിലി പ്രോഫിറ്റ് സ്ക്രീൻഷോട്ട് പോസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ഇത്ര അധികം പൈസ ഉണ്ടാക്കി, 1 day 1 crore ഉണ്ടാക്കി, 1 day 50 lakhs ഉണ്ടാക്കി, 20 lakhs ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് കണ്ടിന്യൂസ് ആയിട്ട് സ്ക്രീൻഷോട്ട് പോസ്റ്റ് ചെയ്യുന്നതാണ്. പക്ഷേ റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ പലതും എഡിറ്റ് ചെയ്ത സ്ക്രീൻഷോട്ട് ആയിരിക്കും, അല്ലെങ്കിൽ മാനിപ്പുലേറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ 10 ദിവസം ഇത് പോസ്റ്റ് ചെയ്യും, പ്രോഫിറ്റ് പോസ്റ്റ് ചെയ്യും, അതിൻ്റെ ഇടയ്ക്ക് ഒരു 5 ദിവസം ലോസ് ഉണ്ടെങ്കിൽ അത് ഹൈഡ് ചെയ്യും, അത് പോസ്റ്റ് ചെയ്യില്ല. അങ്ങനെയൊക്കെ ആയിട്ട് കുറേ ഫേക്ക് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ നല്ലൊരു മെൻറ്ററെ കണ്ടുപിടിക്കുക എന്നുള്ളത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യാവുന്നത്, നമ്മളൊരു മെൻറ്ററെ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ അടുത്ത് പേ ചെയ്ത് കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് അവരുടെ ലോങ് ടൈം P&L ഒരു അറ്റ്ലീസ്റ്റ് 1 year 2 year 3 year പീരീഡിൽ ഒരു ലോങ് ടൈം P&L ബ്രോക്കർ ടെർമിൽ നിന്ന് ലൈവായിട്ട് കാണിക്കാൻ പറയുക.
അത് കാണിച്ച് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം അറ്റൻഡ് ചെയ്യുക. ജസ്റ്റ് അവരല്ലെങ്കിൽ പ്രോഫിറ്റ് പോസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് പെയ്ഡ് കോഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഒത്തിരി ഫോളോവേഴ്സ് ഉണ്ട്, അതിൽ ബുദ്ധിമുട്ടായിരിക്കും. നമുക്കിപ്പോൾ തന്നെ യൂട്യൂബിൽ തന്നെ ചില ആളുകളുണ്ട്, ചില ട്രേഡേഴ്സ് ഉണ്ട്, അവർ ട്രെയിനിങ് നടത്തുന്ന ആൾക്കാരുണ്ട്, അവർ ലൈവായിട്ട് P&L ഷെയർ ചെയ്യാറുണ്ട് ഇയർ ഓൺ ഇയർ. അപ്പോൾ അത് അവരുടെ ഹിസ്റ്ററി പോയിട്ട് നോക്കിയിട്ട് അത് ഉണ്ടോ എന്ന് നോക്കുക. അതുണ്ടെങ്കിൽ അവർ ലൈവായിട്ടാണ് കാണിക്കുന്നത് നോക്കുക. ജസ്റ്റ് എക്സൽ ഷീറ്റിലെടുത്ത് കാണിക്കാതെ ബ്രോക്കർ ടെർമിനലിൽ പോയിട്ട് ലോഗിൻ ചെയ്തിട്ട് P&L കാണിക്കുന്ന ആളാണോ എന്ന് നോക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടി റിലയബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു ബിഗിനർ ആയിട്ട് വരുമ്പോൾ അവർ ഫേസ് ചെയ്യാൻ പോകുന്ന, ബിഗിനർ ആയിട്ട് ട്രേഡിങ്ങിലേക്ക് വരുന്ന ഒരാൾ ഫേസ് ചെയ്യുന്ന ബിഗ്ഗസ്റ്റ് ചലഞ്ചസ് എന്തൊക്കെയായിരിക്കും? ബിഗ്ഗസ്റ്റ് ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് എനിക്ക് തോന്നിയൊരു കാര്യം, ഞാൻ ട്രേഡിങ്ങിലേക്ക് വന്നിട്ട് ട്രേഡിങ്ങിൽ ഫുൾ ടൈമായി, അത് ഓപ്ഷൻ ട്രേഡിങ്ങിലായി, ഓപ്ഷൻ ബൈങ്ങും സെല്ലിങ്ങും ചെയ്യാറുണ്ട്. ഓക്കെ, അത് എൻ്റെ കാര്യം. അന്നത്തെ സിറ്റുവേഷനിൽ ഞാനതിൽ എത്തിപ്പെട്ടു. പക്ഷേ ഇന്ന് ആളുകൾ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന ഓപ്ഷൻ ട്രേഡിങ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സെല്ലിങ്, ഇതാണ് എല്ലാവരും മനസ്സിലുള്ളൊരു പെട്ടെന്ന് വരുന്നൊരു കാര്യം. അതൊരു പിറ്റ്ഫോളാണ്. അതിൽ വീഴാതിരിക്കുക എന്നുള്ളതാണ് ഞാൻ പറയുന്ന കാര്യം. ഒന്നാമത് ഫസ്റ്റ് ഓഫ് ഓൾ ഓപ്ഷൻ സെല്ലിങ്ങിന് അൺലിമിറ്റഡ് റിസ്ക് ഉണ്ട്. എല്ലാവരും പറയും ഓക്കെ ഇതിൽ റിസ്ക് മാനേജ് ചെയ്യാം എന്നൊക്കെ പറയും. പക്ഷേ ഏതൊരു ട്രേഡറെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അവർ കണ്ടിന്യൂസ് ആയിട്ട് ഓപ്ഷൻ സെല്ലിങ് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ഇൻ ബിറ്റ്വീൻ ചിലപ്പോൾ 1 year ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു പ്രോഫിറ്റ് ഉണ്ടാകും. പെട്ടെന്ന് ഒരു ഇവൻ്റ് വരുമ്പോഴേക്കും ചിലപ്പോൾ ഈ 1 year ഉണ്ടാക്കിയ പൈസയൊക്കെ ഒന്നിച്ച് ഒറ്റയടിക്ക് പോകും. അത് പലർക്കും മനസ്സിലാവുന്നില്ല. ആ ഒരു റിസ്ക് പലർക്കും മനസ്സിലാകാഞ്ഞിട്ടാണ് ഡയറക്റ്റായിട്ട് ഓപ്ഷൻ സെല്ലിങ്ങിലേക്ക് പോകുന്നത്. ഓപ്ഷൻ സൈഡ് ബൈങ്ങിൽ സെപ്പറേറ്റ് റിസ്ക് ആണ്. മീൻസ് രണ്ടിലും റിസ്ക് ഉണ്ട്, രണ്ടും ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. പക്ഷെ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത രീതിയാണ് വ്യത്യാസം. ഒന്നിലാണെങ്കിൽ ഈക്വലി അല്ലെങ്കിൽ സ്മോൾ ലോസസ് ബിഗ് വിന്നേഴ്സ്, ഓപ്ഷൻ ബൈങ്ങിലാണെങ്കിൽ. ഓപ്ഷൻ സെല്ലിങ്ങിലാണെങ്കിൽ സ്മോൾ വിന്നേഴ്സ് ബിഗ് ലൂസേഴ്സ്. അപ്പോൾ അത് അങ്ങനെ ഒരു പിറ്റ്ഫോൾ വേണാതെ അങ്ങനെ ടൈപ്പ് കാസ്റ്റ് ചെയ്യാതെ നമുക്ക് പറ്റിയ സ്ട്രാറ്റജി എന്താണെന്ന് കണ്ടുപിടിക്കുക. അത് ഓപ്ഷൻ ബൈങ് ആണോ, ഓപ്ഷൻ സെല്ലിംഗ് ആണോ, അല്ലെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഇൻട്രാഡേ സ്റ്റോക്സ് ആണോ, അല്ലെങ്കിൽ കമ്മോഡിറ്റി ആണോ, ഫോറക്സ് ആണോ, അല്ലെങ്കിൽ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ആണോ, അങ്ങനെ ഏതാണ് നമുക്ക് പറ്റിയതെന്ന് കണ്ടുപിടിച്ചിട്ട് അതിലേക്ക് പോകാൻ നോക്കുക. അതല്ലാതെ ഓക്കെ ഓപ്ഷൻ സെല്ലിങ്ങിന് ഇങ്ങനെ അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റായിട്ട് അതിലേക്ക് പോകുന്നതാണ് ഇപ്പോൾ കാണുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം ഞാൻ കാണുന്നത്. അത് ചെയ്യാണ്ടിരിക്കുക. ഓക്കെ, ശ്രീചേട്ടൻ്റെ ലൈഫിൽ ആ ഒരു ട്രേഡിംഗ് കരിയറിൽ ഫേസ് ചെയ്തിട്ടുള്ള ബിഗ്ഗസ്റ്റ് ചലഞ്ചസ് എന്തൊക്കെയായിരുന്നു? ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. അപ്പോൾ അന്ന് ആളുകൾക്ക് ഓപ്ഷൻ സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പേടിയാണ്. അപ്പോൾ ആ ടൈമിൽ 2014-15 എന്നൊക്കെ പറയുന്ന ടൈമിൽ ഓപ്ഷൻ സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ റീറ്റെയിലേഴ്സ് ചെയ്യാറില്ല. അവർക്കൊക്കെ പേടിയാണ്. ഓപ്ഷൻ സെല്ലിംഗ് എന്ന് പറയുമ്പോൾ അൺലിമിറ്റഡ് റിസ്ക്, ഞാൻ ചെയ്യില്ല. അതായിരുന്നു ആ ഒരു സമയത്ത് ആറ്റിറ്റ്യൂഡ്. അപ്പം ബൈങ്ങിൽ കുറേ പൈസ പോയപ്പോൾ ഞാൻ ട്രൈ ചെയ്തപ്പോൾ കുറച്ചൊക്കെ പൈസ വരാൻ തുടങ്ങി. അതെനിക്ക് കൂടുതൽ കോൺഫിഡൻസ് ആകും. മീൻസ് അതൊരു അതൊരു ഇല്യൂഷനായിരുന്നു. പക്ഷേ ആ ഇല്യൂഷനിലെങ്കിൽ കുറച്ചുകൂടെ കോൺഫിഡൻസ് നോക്കാം. ഞാൻ ചെയ്യുന്ന ട്രേഡിൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കോൺഫിഡൻസ് ആകും. അതെന്നെ കുറച്ചുകൂടെ പിടിച്ച് നിർത്തിയിട്ട് ട്രേഡിങ്ങിൽ, അത് സത്യമാണ്. പക്ഷേ ഇന്നത്തെ ചലഞ്ചിന് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു അന്നത്തെ ചലഞ്ച്. പിന്നെ അന്നുണ്ടായിരുന്ന ചലഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് അധികം ട്രേഡേഴ്സ് ഇല്ല. ഇന്ത്യയിലും അല്ലെങ്കിൽ കേരളത്തിലും അധികം ട്രേഡേഴ്സ് ഇല്ല, ഹാർഡ് കോർ ട്രേഡേഴ്സ് ഇല്ല, അല്ലെങ്കിൽ ടീച്ചേഴ്സ് ഇല്ല. അതൊക്കെ ഒരു ചലഞ്ച് ആണ്. ഇന്നത്തെ യൂട്യൂബ് പോലെ ഒരു മീഡിയ ഇല്ലെന്ന്. മീൻസ് യൂട്യൂബ് ഉണ്ടെന്ന്, പക്ഷെ അത് ഇത്ര പോപ്പുലർ അല്ല, ഇത്രയ്ക്ക് റിസോഴ്സസ് അവൈലബിൾ അല്ല. അങ്ങനെയൊക്കെയുള്ള ചലഞ്ചസ് ആയിരുന്നു അന്നുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ ഈ ട്രേഡിംഗ് ഒരു നല്ല ഓപ്ഷൻ ആണ് എന്നൊക്കെ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? ഞാൻ ഈ ബുക്സ് വായിക്കുന്നതുകൊണ്ട് കുറേ ബുക്സിലൊക്കെ ട്രേഡേഴ്സിൻ്റെ സക്സസ് സ്റ്റോറീസും അതൊക്കെ വായിച്ചു. പിന്നെ ആ സമയത്ത് പോഡ്കാസ്റ്റുകൾ അവൈലബിൾ ഉണ്ട്. ഇപ്പോൾ ട്രേഡേഴ്സായിട്ടുള്ള ഇൻ്റർവ്യൂസിൻ്റെ പോഡ്കാസ്റ്റുകൾ ഞാൻ സ്ഥിരം കേൾക്കാറുണ്ടായിരുന്നു. അപ്പോൾ അതിൽ സക്സസ്ഫുൾ ആയിട്ട് ഫെയിലിയർ ആയിട്ടുള്ള ട്രേഡേഴ്സും സക്സസ്ഫുൾ ആയിട്ടുള്ള ട്രേഡേഴ്സും അവരൊക്കെ വന്നിട്ട് അവരുടെ അവരുടെ അനുഭവങ്ങൾ പറയുകയും ഓക്കെ അവരിങ്ങനെയാണ് സക്സസ്ഫുൾ ആയത് അതൊക്കെ പറയും. ഓക്കെ, അങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് അന്ന് മനസ്സിലായ ഒരു കാര്യം, ഒരു ആവറേജ് ട്രേഡർ ഒരു ഓൺ ആൻ ആവറേജ് ഒരു 7 years എടുക്കും പ്രോഫിറ്റബിൾ ആകാൻ. അതാണ് എല്ലാവരും അന്നത്തെ കാലത്ത് പറഞ്ഞുകൊണ്ടത്. ഇന്ന് ആൾക്കാർ പറയാറുണ്ട് ഓക്കെ ഞാൻ റൈറ്റ് ഔട്ട് ഓഫ് ദ ഗേറ്റ് പ്രോഫിറ്റബിൾ ആണ്, 1 year പ്രോഫിറ്റബിൾ ആയി, അല്ലെങ്കിൽ 2 years പ്രോഫിറ്റബിൾ ആയി, 6 months പ്രോഫിറ്റബിൾ ആയി. മീൻസ് അത് പോസിബിൾ ആണ്, ഇല്ല എന്ന് പറയുന്നില്ല, അങ്ങനെ പറയാറുണ്ട്. കുറേയൊക്കെ കറക്റ്റാണ്, കുറച്ചൊക്കെ ഫേക്കാണ്. പക്ഷേ അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ റൈറ്റ് ഔട്ട് ഓഫ് ദ ഗേറ്റ് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ആൾക്കാർ എനിക്കറിയാം. പക്ഷേ അവരതുപോലെ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് അവർ വെറുതെ ഒന്ന് ട്രേഡ് ചെയ്യുമ്പോൾ ചെയ്ത് അവർ ആ ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എനിക്കൊരു ട്രേഡർ അറിയാം, ചെന്നൈയിലുള്ളതാണ്. അപ്പോൾ ആൾക്ക് 22-23 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് അതിൽ 6 മാസം കണ്ടിന്യൂസ് ആയിട്ട് സെറോദന വാർസിറ്റി എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സ് ഉണ്ട്. അത് കംപ്ലീറ്റ് ചെയ്തിട്ട് 3-4 തവണ വായിച്ച് കുറേ കാണാവുന്ന വീഡിയോസ് എല്ലാം കണ്ട് മാസങ്ങളോളം പ്രിപ്പയർ ചെയ്തിട്ട് അതിനുശേഷം ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്തു. അതിൽ റൈറ്റ് ഔട്ട് ഓഫ് ദ ഗേറ്റ് പ്രോഫിറ്റബിൾ ആണ്. അപ്പോൾ അതുപോലെ എഫേർട്ട് ഇട്ടു. അങ്ങനെ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്താ തോന്നുന്നത്, ട്രേഡിംഗ് ഒരു ഫുൾ ടൈം കരിയർ ഓപ്ഷനായിട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിൻ്റെ ഇടയിൽ പോലും ഇന്നുണ്ട്. അതുപോലെ വർക്കിംഗ് പ്രൊഫഷണൽസ് ആണെങ്കിലും ജോലിയൊക്കെ ഇതാക്കിയിട്ട് ഇനി ഒരു ട്രേഡിംഗ് കരിയർ ചൂസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അവരുടെ അടുത്ത് എന്താ പറയാനുള്ളത്? ആസ് എ കരിയർ ഓപ്ഷൻ എന്താണ് ട്രേഡിംഗ് ഒരു ഫ്യൂച്ചർ? നമുക്ക് ശരിക്കും 2 കാര്യമാണ്. ഒന്ന് ട്രേഡിംഗ് ഉണ്ട്, ഒന്ന് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അതൊരു പോസിറ്റീവ് സം ഗെയിമാണ്.
അപ്പോൾ കമ്പനീസ് പ്രോഫിറ്റബിൾ ആകും, കമ്പനീസ് അവരുടെ നല്ല ഇയർ ഓൺ ഇയർ അല്ലെങ്കിൽ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ അവർ നല്ല പ്രോഫിറ്റൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ അവരുടെ വാല്യുവേഷൻ കൂടും. അപ്പോൾ 10 പേര് ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 10 പേർക്കും പൈസ ഉണ്ടാക്കാൻ പറ്റും. ആ കമ്പനി പ്രോഫിറ്റബിൾ ആയിട്ട് അല്ലെങ്കിൽ കമ്പനി റവന്യൂ ജനറേറ്റ് ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുകയാണെങ്കിൽ 10 പേർക്കും മീൻസ് 10 പേര് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ 10 പേർക്കും പൈസ ഉണ്ടാക്കാൻ പറ്റും. ഇതൊരു പോസിറ്റീവ് സം ഗെയിമാണ്. നെഗറ്റിവിറ്റി മീൻസ് കമ്പനി നന്നായിട്ട് വർക്ക് ചെയ്ത് മീൻസ് പെർഫോം ചെയ്തില്ലെങ്കിൽ അവർക്ക് ലോസ് ഉണ്ടാവും. പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റിൽ എപ്പോഴും പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള പ്രോബബിലിറ്റി കൂടുതലാണ്. പോസിറ്റീവ് സം ഗെയിമാണ്. അവിടെ വെൽത്ത് ക്രിയേഷൻ നടക്കുന്നുണ്ട്. ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അതർ സൈഡാണ്. ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് പൈസ ഉണ്ടാക്കണമെങ്കിൽ വേറെ ആൾക്ക് പൈസ പോകണം. ഇനിയിപ്പോൾ ഒരാൾക്ക് പൈസ പോയി കഴിഞ്ഞാൽ അത് ഫുള്ള് വേറെ ആൾക്ക് കിട്ടണമെന്നില്ല. ഇപ്പോൾ എനിക്ക് 10 രൂപ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ അഞ്ജലിക്ക് വരുവാണെങ്കിൽ അവിടെ കിട്ടുകയാണെങ്കിൽ അത് ചിലപ്പോൾ 5 രൂപയെ കിട്ടുള്ളൂ. ബാക്കി 5 രൂപ ചാർജസ് ആയിട്ടും ഞാൻ പേ ചെയ്യുന്ന ചാർജസ് ആയിട്ടും അഞ്ജലി പേ ചെയ്യുന്ന ചാർജസ് ആയിട്ടും പിന്നെ ടാക്സസ് ആയിട്ടും കമ്മീഷനായിട്ടും ഇങ്ങനെ പല രീതിയിൽ പോകും. അപ്പോൾ ഇത് ശരിക്കും നെഗറ്റീവ് സം ഗെയിമാണ്. ഒരു നെഗറ്റീവ് സം ഗെയിമിൽ നമ്മൾ പ്രോഫിറ്റബിൾ ആയിട്ട് സ്റ്റേ ചെയ്യണമെങ്കിൽ അതിൻ്റെ എഫേർട്ട് എനോർമസ് എഫേർട്ടാണ്. ഏതൊരു ബിസിനസ്സിനേക്കാളും ഭയങ്കര കൂടുതലാണ്. അപ്പോൾ പുതിയ ഒരാൾ വരുവാണെങ്കിൽ ഞാൻ പറയുന്നത് അവർ ട്രേഡിങ്ങിനേക്കാളും കൂടുതലും അവർ ഫോക്കസ് ചെയ്യേണ്ടത് ഇൻവെസ്റ്റ്മെൻറ്റിലാണ്. ഇപ്പോൾ ഒരു ജോബ് ഉള്ള ഒരാളാണെങ്കിൽ ആ ജോബിനൊപ്പം അവർക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ അവർക്കത് പ്രോഫിറ്റബിൾ ആകാം. അവർക്ക് FD കിട്ടുന്ന റിട്ടേണിനേക്കാളും കൂടുതൽ കിട്ടാം. നല്ല കമ്പനിയിൽ നോക്കി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഡിവിഡൻഡ് കിട്ടും, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് അതിൻ്റെ വാല്യൂ അപ്രീസിയേഷൻ ഉണ്ടാവും. അവർ റിട്ടയർമെൻറ്റ് ആകുമ്പോഴേക്കും അവർക്ക് നല്ലൊരു കോർപ്പസ് ബിൽഡ് ചെയ്യാം. അതൊരു സൈഡ്. ഫുൾ ടൈം ട്രേഡിംഗ് എടുക്കണമെങ്കിൽ അതിനുള്ള എഫേർട്ട് ഇടാൻ റെഡി ആയിട്ടുള്ള ആൾക്കാർ, അതുപോലെ കോമ്പറ്റീറ്റീവ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ആൾക്കാർ, അവർ മാത്രം ഇതിലേക്ക് വരാവൂ എന്നാണ് ഞാൻ പറയുന്നത്. വൺസ് യു എൻ്റർ ഇൻ ടു ദ ട്രേഡിംഗ് വേൾഡ് യു ആർ കമ്പീറ്റിംഗ് വിത്ത് ദ പ്രൊഫഷണൽസ്. നമ്മൾ ഒരു സൈഡിൽ നിന്ന് ട്രേഡ് ചെയ്യുന്നു, അടുത്ത സൈഡിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ചിലപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരിക്കും, ചില ബാങ്ക് ഓഫ് അമേരിക്കയുടെ ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ സിറ്റി ഗ്രൂപ്പിൻ്റെ ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ ബ്ലാക്ക് സ്റ്റോൺ അങ്ങനെ, അല്ലെങ്കിൽ ജോർജ് സോറോസ് അങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ ഫേംസ് ആണ് അപ്പുറത്തെ സൈഡിൽ നിന്ന് ട്രേഡ് ചെയ്യുന്നത്. നമ്മൾ അവരുമായിട്ടാണ് കോമ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ സക്സസ്ഫുൾ ആണെങ്കിൽ അതിനുള്ള എഫേർട്ട് ഇടണം. പിന്നെ നമുക്ക് കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്. നമ്മൾ റീറ്റെയിലേഴ്സ് ആകുമ്പോൾ നമുക്ക് കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അവർ ഹൈലി ഇൻഫോംഡ് ആയിരിക്കും, ഹൈലി ടെക്നിക്കൽ ആയിരിക്കും, ആൽഗോരിതംസും അല്ലെങ്കിൽ അവർക്ക് ടൂൾസും അനാലിസിസും പിന്നെ ന്യൂസൊക്കെ ഡയറക്റ്റ് ആക്സസ് ഒക്കെ ഉണ്ടാവും. നമ്മൾ റീറ്റെയിലേഴ്സ് ആകുമ്പോൾ നമുക്കുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്വാണ്ടിറ്റി കുറവായിരിക്കും, നമ്മുടെ ഫോക്കസ് ഏരിയ. നമുക്കിപ്പോൾ ഒരു പ്രത്യേക ഇൻസ്ട്രുമെൻറ്റിൽ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ അതിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഫോക്കസ് ചെയ്തിട്ട് അതിൽ വരുന്ന ഓപ്പർച്യൂണിറ്റീസ് എല്ലാം ഗ്രാബ് ചെയ്യാൻ പറ്റും. അവർക്ക് കുറേ അഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിലും അവരൊക്കെ ട്രേഡ് ചെയ്യുമ്പോൾ അവർ പല ഇൻസ്ട്രുമെൻറ്റിൽ ഇപ്പോൾ അവർക്ക് ചെറിയ ക്യാപിറ്റൽ ഇല്ല, അല്ലെങ്കിൽ തൗസൻഡ്സ് ഓഫ് ക്രോർസ് ആയിരിക്കും, അല്ലെങ്കിൽ ലാക്സ് ഓഫ് ക്രോർസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കത് ഡിപ്ലോയ് ചെയ്യണമെങ്കിൽ പല ഇൻസ്ട്രുമെൻറ്റിൽ പല സ്റ്റോക്കിൽ അല്ലെങ്കിൽ ഓപ്ഷൻസിൽ പിന്നെ കമ്മോഡിറ്റി കറൻസി പല സ്റ്റോക്കിൽ പല ഇൻഡെക്സ് എല്ലായിടത്തും അവർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അവർക്ക് ഫോക്കസ് കുറവായിരിക്കും. നമുക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ ക്യാപിറ്റൽ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഇൻഡെക്സിൽ അല്ലെങ്കിൽ ഒരു ഓപ്ഷൻസിൽ നമുക്ക് ഫോക്കസ് ചെയ്തിട്ട് അത് കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്തിട്ട് അങ്ങനെ ആ ഒരു മീൻസ് ബീങ് സ്മോൾ ഈസ് ആൻ അഡ്വാൻറ്റേജ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഏതാണ് അഡ്വാൻറ്റേജ് ആ അഡ്വാൻറ്റേജ് നമ്മൾ ചൂസ് ചെയ്യുക. അപ്പോൾ ട്രേഡിങ്ങിൽ തന്നെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ്, ഒരുപാട് കാറ്റഗറീസ് അവൈലബിൾ ആണ്. ഫ്യൂച്ചേഴ്സ് ഉണ്ട്, ഓപ്ഷൻസ് ഉണ്ട്, സ്റ്റോക്സ് ഉണ്ട്, കമോഡിറ്റീസ് ഉണ്ട്. അപ്പോൾ പുതുതായിട്ട് കടന്നു വരുന്ന ഒരാളെ സംബന്ധിച്ച് ഇതിൽ ഏത് അവർ പഠിക്കും, ഏതിൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യണം, ഏത് കാറ്റഗറി ചൂസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും ഫിക്സ് ചെയ്യുക? അതിൽ 2 കാര്യമുണ്ട്. ഒന്ന്, ആളുടെ ഇൻട്രസ്റ്റ് വെച്ചിട്ട് ചൂസ് ചെയ്യണം. ചിലർക്ക് കമ്മോഡിറ്റീസ് അല്ലെങ്കിൽ സ്റ്റോക്സ്, ഇപ്പോൾ കൂടുതൽ ഫൈനാൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണെങ്കിൽ ചിലപ്പോൾ സ്റ്റോക്സ് ഒക്കെ നല്ലതായിരിക്കും. പിന്നെ കറൻസി റിലേറ്റഡ് കൂടുതലും ചെയ്യുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഫോറിൻ ട്രേഡ്സ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും. അവരുടെ ആ ഒരു റിസ്ക് ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കറൻസീസ് യൂസ് ചെയ്യുന്നത്. കമ്മോഡിറ്റീസ് കൂടുതലും യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ശരിക്കും ഇത് കർഷകർക്ക് വേണ്ടിയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഇൻ്റർമീഡിയറീസിന് അവർക്ക് അവരുടെ റിസ്ക് ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കമ്മോഡിറ്റീസൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ സ്റ്റോക്സ് ആണെങ്കിലും കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യാനും ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് അത് ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ട്രേഡർക്ക് ഏറ്റവും ഫീസിബിളായിട്ടുള്ള ഒന്നിൽ കറൻസീസ് ഇല്ലെങ്കിൽ സ്റ്റോക്സ് ആണ്. അപ്പോൾ ആ കറൻസിയിലേക്ക് വരുന്നവർ ഒരു അഡ്വാൻറ്റേജ് ഉള്ളത് കൂടുതൽ ടൈം ഉണ്ടാവും. സ്റ്റോക്സ് അല്ലെങ്കിൽ ഒരു 3:30 ക്ലോസ് ചെയ്യും, സ്റ്റോക്ക് മാർക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ കറൻസി മാർക്കറ്റ് അത് കഴിഞ്ഞിട്ട് ഉണ്ടാവും. ചില കേസിലൊക്കെ 24/7 ഉണ്ട്, പക്ഷെ നമുക്ക് വേറെ എക്സ്ചേഞ്ചിലൊക്കെ ട്രേഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ളൊരു ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് അത് ഓരോരുത്തരും ഇൻട്രസ്റ്റ് വെച്ചിട്ട് ചൂസ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ ട്രേഡിംഗ് മെത്തേഡ്സ് ആണെങ്കിലോ, അപ്പോൾ സ്കാൽപ്പിംഗ് ആണോ, അതോ ഓപ്ഷൻ വേണോ, അതോ സ്വിംഗ് ട്രേഡിംഗ് ആണോ, അതെങ്ങനെ ചൂസ് ചെയ്യാനായിട്ട്? ട്രേഡിംഗ് മെത്തേഡ്സും ഓരോരുത്തരുടെ സൈക്കോളജി അനുസരിച്ചിട്ടാണ്. സ്വിംഗ് ട്രേഡ് എന്ന് പറഞ്ഞാൽ അവർക്ക് കുറച്ചുകൂടെ പേഷ്യൻസ് വേണം. ഇപ്പോൾ ഓവർനൈറ്റ് ഹോൾഡ് ചെയ്യേണ്ട ഒരു കപ്പാസിറ്റി വേണം.
സ്വിംഗ് ട്രേഡ്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ട്രേഡ് എടുത്ത് ചിലപ്പോൾ ഒരാഴ്ച 2 ആഴ്ച അല്ലെങ്കിൽ 1 മാസം അത് ഹോൾഡ് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ അത് എക്സിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്രയ്ക്ക് ഹോൾഡ് ചെയ്യേണ്ട കപ്പാസിറ്റി വേണം, അതിനുള്ള പേഷ്യൻസ് വേണം. പിന്നെ ഇൻട്രാഡേ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് പേഷ്യൻസ് വേണ്ട, കുറച്ചുകൂടി ഡൈനാമിക് ആയിരിക്കും, പക്ഷേ കുറച്ചുകൂടി ഇൻറ്റൻസ് ആയിരിക്കും. ആ വർക്ക് ചെയ്യുന്ന ടൈമിൽ ഇൻറ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അധികം കൂടുതൽ ടൈം വർക്ക് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ ഇൻട്രാഡേ ഒക്കെ നല്ലതായിരിക്കും. പിന്നെ സ്കാൽപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറസ് ഒരു പ്രൊപ്പോസിഷനാണ്. സ്കാൽപ്പിംഗ് സിമിലർ ടു ഓപ്ഷൻ സെല്ലിങ്. ഇപ്പം നമ്മൾ സ്കാൽപ്പ് ചെയ്ത് കഴിഞ്ഞാലും കണ്ടിന്യൂസ് ആയിട്ട് മിക്ക ട്രേഡിലും തന്നെ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ പെട്ടെന്നൊരു ട്രേഡ് മോശമായി കഴിഞ്ഞാൽ ചിലപ്പോൾ 10 ട്രേഡ് അല്ലെങ്കിൽ 20 ട്രേഡിലുണ്ടാകുന്ന പ്രോഫിറ്റ് എല്ലാം കൂടെ ഒറ്റ ട്രേഡിൽ നമുക്ക് ലൂസ് വരും. അതാണ് സ്കാൽപ്പിങ്ങിൻ്റെ ഒരു പ്രോബ്ലം. ഓപ്ഷൻ സെല്ലിങ് പോലെ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് കുറച്ച് ട്രേഡിൽ പ്രോഫിറ്റ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് അതൊക്കെ ചൂസ് ചെയ്യുന്നത് വൈസായിട്ട് ചിന്തിച്ചിട്ട് വേണം ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ സാറ് പറഞ്ഞു ട്രേഡിങ്ങിൽ പേഷ്യൻസും ഡിസിപ്ലിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അത് എങ്ങനെയായിരിക്കും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ ട്രേഡിങ്ങിൽ 2 രീതിയിലുള്ള പേഷ്യൻസ് ഉണ്ട്. ഒന്ന് ഒരു കറക്റ്റ് സെറ്റപ്പിന് വേണ്ടിയിട്ടുള്ള വെയിറ്റ് ചെയ്യുന്ന പേഷ്യൻസ്. നമുക്കൊരു ട്രേഡ് വേണമെങ്കിൽ ആ ട്രേഡ് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. പല ആൾക്കാരും ചെയ്യുന്നത് വെച്ചാൽ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ടൈമിൽ ആവശ്യമില്ലാത്ത ട്രേഡിൽ കയറിയിട്ട് അത് ഇംപേഷ്യൻ്റ് ആയിട്ട് ആവശ്യമില്ലാത്ത ട്രേഡിൽ കയറിയിട്ട് പൈസ കളയും. അത് കഴിഞ്ഞിട്ട് കറക്റ്റ് ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ അതിൽ ട്രേഡ് കയറാൻ ബുദ്ധിമുട്ട് വരും, പേടി വരും. അപ്പോൾ അതൊരു രീതിയിലുള്ള പേഷ്യൻസും. പിന്നെ രണ്ടാമത്തെ രീതിയിലുള്ള പേഷ്യൻസ് പറഞ്ഞാൽ നമ്മളൊരു ട്രേഡിൽ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ആ ട്രേഡ് മെച്ചറാകുന്നവരെ ഹോൾഡ് ചെയ്യാനുള്ള ഒരു പേഷ്യൻസ്. ഇപ്പോൾ ചില ആൾക്കാർ ട്രേഡ് എടുത്തു, അപ്പോൾ ട്രേഡ് എടുത്തതിന് ചിലപ്പോൾ 10 റീസൺസ് ഉണ്ടാകും ട്രേഡ് എടുക്കാൻ. ആ 10 റീസൺസും വാലിഡ് ആയിരിക്കും. പക്ഷേ ആ ട്രേഡ് ചിലപ്പോൾ ഒന്ന് സ്വിങ് ചെയ്തു, ചെറിയൊരു പ്രോഫിറ്റ് കണ്ടു, അപ്പോഴേക്കും പേടിയായി. ഓക്കെ, ഇപ്പോൾ പ്രോഫിറ്റാണ്, ആ പ്രോഫിറ്റ് പോകുന്നൊരു പേടിയായിട്ട് പെട്ടെന്ന് എക്സിറ്റ് ചെയ്യാം, ചെറിയ പ്രോഫിറ്റ് ആയിട്ട് ഇറങ്ങും. അല്ലെങ്കിൽ ആ പ്രോഫിറ്റ് നേരെ മീൻസ് ആ ട്രേഡ് ഒരു കുറച്ച് ഓപ്പോസിറ്റ് പോകും. ചിലപ്പോൾ ഒരു 10 പോയിൻറ്റ്സ് ആയിരിക്കും നമ്മുടെ ഒരു ടോളറൻസ് ലെവൽ. ഓക്കെ, 10 പോയിൻറ്റ്സ് വരെ പോകുന്നവരെ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചു. ഓക്കെ, അത്രയും പോയി കഴിഞ്ഞാൽ ഞാൻ ഹോൾഡ് ചെയ്യും. അതിനുള്ളിലായിരിക്കും നമ്മൾ സ്വിങ് ചെയ്താലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലേക്കായിരിക്കും ആ ട്രേഡ് എടുക്കുന്നത്. പക്ഷേ ട്രേഡ് എടുത്തു കഴിഞ്ഞിട്ട് 2 പോയിൻറ്റ് നമുക്ക് ഓപ്പോസിറ്റ് പോകുമ്പോഴേക്കും ഒരു 2 കാണുമ്പോഴേക്കും നമുക്ക് പേടിയായി. ഓക്കെ, പൈസ പോയി, പെട്ടെന്ന് ട്രേഡ് എക്സിറ്റ് ചെയ്യും. അപ്പോൾ അത് ഇംപേഷ്യൻസ് ആണ്. അപ്പോൾ ആ ഒരു രീതി ഒഴിവാക്കിയിട്ട് ആ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ക്രൈറ്റീരിയ വാലിഡ് ആയിട്ടുള്ള അത്രയും സമയം ആ ട്രേഡ് ഹോൾഡ് ചെയ്യാനുള്ള ഒരു പേഷ്യൻസ് വേണം. അത് രണ്ടാമത്തെ രീതിയിലുള്ള പേഷ്യൻസ്. പിന്നെ ആദ്യത്തെ രീതിയിലുള്ള പേഷ്യൻസ് നമുക്കൊരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു ട്രേഡ് എടുക്കാൻ കുറേ ക്രൈറ്റീരിയാസ് ഉണ്ടെങ്കിലും ആ ക്രൈറ്റീരിയാസ് ഫുൾഫിൽ ആകുന്നതുവരെ ട്രേഡ് എടുക്കാതെ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാനുള്ള ഒരു പേഷ്യൻസ്. ഈ 2 പേഷ്യൻസാണ് ട്രേഡിങ്ങിൽ വേണ്ടത്. ഈ പേഷ്യൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ഡിസിപ്ലിനും നമുക്കുണ്ടാകും. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ നമുക്ക് മെൻറ്റൽ പവർ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നു. കാരണം പെട്ടെന്നൊരു ലോസ് വരുമ്പോൾ ട്രേഡേഴ്സ് ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂസ്, അപ്പോൾ അതൊക്കെ എങ്ങനെ നമുക്ക് അവോയ്ഡ് ചെയ്യാം? കുറച്ചുകൂടെ എങ്ങനെ മെൻ്റലി സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റും? അത് കുറച്ച് ചീറ്റിംഗ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലേ, ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് നമ്മൾ ആ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാതിരിക്കുക. പിന്നെ നമ്മൾ ഒരു ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഈ ട്രേഡ് വേഴ്സ്റ്റ് കേസിൽ എത്ര ലോസ് ഉണ്ടാവുമെന്ന്. അപ്പോൾ ആ ലോസ് നമുക്ക് വിത്തിൻ നമ്മുടെ ടോളറൻസ് ലെവലിൻ്റെ ഉള്ളിലാണോ നോക്കുക. ഓക്കെ, ഇത്ര ലോസ്. ഓക്കെ, ഈ ട്രേഡിലേക്ക് ചിലപ്പോൾ 500 rupees പോകും. ഓക്കെ, ഈ 500 rupees പോയി കഴിഞ്ഞാൽ ഫൈനാൻഷ്യലി ആൻഡ് മെൻ്റലി നമുക്കൊരു ഡെൻറ്റ് ഉണ്ടാവും. അത് നമ്മൾ കറക്റ്റ് ആയിരിക്കണം എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ അനലൈസ് ചെയ്യുക. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ട്രേഡായിട്ട് മുന്നോട്ട് പോകുക, ട്രേഡ് എടുക്കുക. പിന്നെ നമ്മൾ മൈൻഡ് ചെയ്യരുത്, പിന്നെ P&L ഒന്ന് ട്രാക്ക് ചെയ്ത് ട്രേഡിൻ്റെ ഫാക്ടേഴ്സും അല്ലെങ്കിൽ ചാർട്ട് അല്ലെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റ് അങ്ങനെ നമ്മൾ എന്തൊക്കെയാണ് ട്രാക്ക് ചെയ്യുന്നത് ആ കാര്യങ്ങൾ മാത്രം ട്രാക്ക് ചെയ്യുക. അതൊക്കെ ആണെങ്കിൽ ആ ട്രേഡ് മുന്നോട്ട് പോകണം. അപ്പോൾ അത് ചീറ്റിംഗ് എന്ന് ഞാൻ പറഞ്ഞത് നമ്മൾ ആവശ്യമില്ലാതെ P&L നോക്കാതിരിക്കുക. അല്ലെങ്കിൽ പിന്നെ ഞാൻ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ട്രേഡിങ് ഒരു പല അക്കൗണ്ട് 3-4 ബ്രോക്കേഴ്സിലെ അക്കൗണ്ട് എടുത്തിട്ട് ആ അക്കൗണ്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് പല അക്കൗണ്ടിലായിട്ട് ട്രേഡ് എടുക്കും. അപ്പോൾ ഇൻ കേസ് ഞാൻ P&L നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒരു അക്കൗണ്ടിലെ P&L കാണുള്ളൂ. ബാക്കിൽ നിന്ന് പിന്നെ നമുക്കറിയാം. ഓക്കെ, ടോട്ടൽ ഇത്രയായിരിക്കും, പിന്നെ ഈ അക്കൗണ്ടിൽ ഇത്രയുണ്ട്, ഈ അക്കൗണ്ടിൽ ഇത്രയുണ്ട്, ഈ അക്കൗണ്ടിൽ ഇത്രയുണ്ട്. അപ്പോൾ നമുക്ക് ടോട്ടൽ ലോസ് അല്ലെങ്കിൽ ടോട്ടൽ പ്രോഫിറ്റ് ഇത്രയായിരിക്കും നമ്മൾ ബാക്ക് ഇൻ മൈൻഡ് ഉണ്ട്. പക്ഷേ നമ്മൾ വിസിബിളി നമ്മൾ കാണാത്തിടത്തോളം കാലം നമുക്കത് അത്രയ്ക്ക് ഇമ്പാക്റ്റ് ഉണ്ടാവില്ല. നമുക്ക് കുറച്ചുകൂടെ ഹോൾഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കുറേ ചീറ്റിംഗ് ഒക്കെ ഉണ്ട്. പക്ഷെ അത് എഫക്റ്റീവ് ആകണമെങ്കിൽ നമുക്ക് അതിനുള്ള എക്സ്പീരിയൻസ് വേണം. അത് വിത്ത് എക്സ്പീരിയൻസ് വിത്ത് കോൺഷ്യസ് നമുക്ക് ഉണ്ടാകാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു കോൺഷ്യസ് ഇല്ല. ഓക്കെ, അതങ്ങനെ വരാൻ പാടില്ല നമുക്ക് അറിയില്ല എങ്കിൽ നമ്മൾ അതിലേക്ക് എത്തില്ല. ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് അറിയണം. ഓക്കെ, ഇതിങ്ങനെയാണ് കാര്യങ്ങൾ, ഞാൻ ഈ കാര്യത്തിൽ നിന്ന് മണി അല്ലെങ്കിൽ P&L നിന്ന് ഡിറ്റാച്ച് ആകണം. അതൊക്കെ നമുക്ക് അറിയാമെങ്കിൽ അല്ലെങ്കിൽ അതൊക്കെ ഒരാൾ പറഞ്ഞു തരാനുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിലേക്ക് ആ രീതിയിൽ എത്താൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഷോർട്ട് കട്ടില്ല. ഇനി ഒരു ട്രേഡറുടെ ഡേ ടു ഡേ ലൈഫിലേക്ക് വരുവാണെങ്കിൽ അത് എങ്ങനെയായിരിക്കും? ട്രേഡിങ് നമ്മുടെ പേഴ്സണൽ ലൈഫിനെ എങ്ങനെയും ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ടോ? ലോസ് ഒക്കെ വരുമ്പോൾ ലൈഫ് സ്ട്രെസ്ഫുൾ ആകാൻ അങ്ങനത്തെ ചാൻസസ് ഒക്കെ ഉണ്ടോ? ട്രേഡിങ്ങിലേക്ക് ആൾക്കാർ വരുമ്പോൾ അവരുടെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ 9 to 3 വർക്ക്.
അത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഫ്രീ. ആ ഒരു മെൻറ്റാലിറ്റിയിലാണ് ആൾക്കാർ ട്രേഡിങ്ങിലേക്ക് വരുന്നത്. പക്ഷേ ട്രേഡിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഫണ്ണി പാർട്ട് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ദിവസം നന്നായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരിക്കും. നമുക്ക് ആ ദിവസം ചിലപ്പോൾ നല്ല സ്ലീപ്പ് കിട്ടിയെന്ന് വരില്ല. നമ്മളൊരു ലോസ് ഉണ്ടായി കഴിഞ്ഞാൽ ലോസിൻ്റെ ഒരു വിഷമം ഉണ്ടാവും. അപ്പോൾ പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും നമുക്ക് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ളൊരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. ബുദ്ധിമുട്ട് അല്ലെങ്കിൽ സന്തോഷം ഉണ്ടാവും. അപ്പോൾ അതൊരു ഫാക്ടർ. പിന്നെ അടുത്ത ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ട്രേഡർ ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പം അവരുടെ, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ 9 to 3, അത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഫ്രീ ടൈം കിട്ടുന്നത്. പക്ഷേ ഇതിലൊരു ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞ ബുദ്ധിമുട്ടും എക്സൈറ്റ്മെൻറ്റും അല്ലാതെ ഏറ്റവും കൂടുതൽ ഡിസിപ്ലിൻ വേണ്ടൊരു ഫീൽഡാണിത്. അപ്പോൾ നമ്മൾ ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു കാംനെസ് നമുക്ക് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ നമ്മൾ ഫിസിക്കലി മെൻ്റലി ഫിറ്റ് ആയിരിക്കണം. നമ്മൾ ഫിസിക്കലി മെൻ്റലി ഫിറ്റ് ആയിരിക്കണം, നമ്മൾ വെൽ ഡിസിപ്ലിൻഡ് ആയിരിക്കണം നമ്മുടെ ലൈഫിൽ. എന്നാൽ മാത്രമേ നമുക്കൊരു നല്ല ട്രേഡർ ആകാൻ പറ്റുള്ളൂ. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ പല ട്രേഡേഴ്സും നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുന്നവരും നല്ല രീതിയിൽ ഫുഡ് ഹാബിറ്റ് ശ്രദ്ധിക്കുന്നവരും അങ്ങനെയുള്ള ആൾക്കാരാണ്. അപ്പം നമ്മളൊരു ട്രിപ്പിന് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ആൾക്കാരിലൊരു 50% + ഒബീസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും, ഹെൽത്ത് നോക്കാത്ത ആൾക്കാരായിരിക്കും. ഞാൻ ഈ ട്രേഡേഴ്സ് കാർണിവലിൽ ചെന്നിട്ട് എനിക്ക് അവിടെ ഒരാളെ പോലും കാണാൻ പറ്റിയിട്ടില്ല ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാത്തത്. ഈ ട്രേഡേഴ്സ് കാർണിവലിൽ പോലുള്ള പരിപാടിക്ക് വരുന്ന ആൾക്കാർ എല്ലാം തന്നെ സക്സസ്ഫുൾ ആയിട്ടുള്ള ട്രേഡേഴ്സ് ആയിരിക്കും. അറ്റൻഡീസ് ആസ് വെൽ ആസ് സ്പീക്കേഴ്സ്, അവരെല്ലാവരും നന്നായിട്ട് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നവരും അവർ നല്ല ഫിറ്റായിട്ടിരിക്കുന്ന ആൾക്കാരാണ് അവിടെ എല്ലാവരും. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ട്രേഡേഴ്സിന് നല്ലൊരു ട്രേഡർ ആണെങ്കിൽ ആദ്യമായിട്ട് നമ്മുടെ ലൈഫിൽ ഡിസിപ്ലിൻ ഉണ്ടാവും. അപ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ സർ കുറേ തവണ ട്രേഡേഴ്സ് കാർണിവൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, അതിൽ സ്പീക്കറൊക്കെ ആയിരുന്നു. അപ്പോൾ അതിലെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അതിൽ ആദ്യമായിട്ട് ഞാൻ ട്രേഡേഴ്സ് കാർണിവലിൽ പോകുന്നത് അറ്റൻഡ് ചെയ്തിട്ടാണ്. അപ്പോൾ എനിക്ക് റിയൽ ട്രേഡേഴ്സിനെ കാണുമ്പോൾ ആഗ്രഹം കൊണ്ട് വേണം. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഞാൻ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഞാൻ ട്രേഡേഴ്സ് ഇല്ല, ഞാൻ ട്രേഡേഴ്സിനെ കണ്ടിട്ടുമില്ല. കുറച്ചൊക്കെ ഓൺലൈനായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ നേരിട്ട് അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അത് കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് 2020 ആദ്യമായിട്ട് ഞാൻ കാർണിവലിൽ പോയത്. അവിടെ ചെന്നിട്ട് എല്ലാവരെയും കണ്ട് ഇൻട്രാക്ട് ചെയ്തു. പിന്നെ രണ്ടാമത്തെ തവണ വീണ്ടും പോയി പോയി കഴിഞ്ഞപ്പോൾ അവിടെ ലൈവ് ട്രേഡിങ് 2 പേര് ഇല്ലായിരുന്നു. അപ്പോൾ അവരില്ലാതെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ജസ്റ്റ് എൻ്റെ ട്രേഡിംഗ് റെക്കോർഡ്സൊക്കെ അതിൻ്റെ ഓർഗനൈസർക്ക് അറിയാം. ഞാൻ ചെന്ന് പറഞ്ഞ് എൻ്റെ ട്രേഡിംഗ് റെക്കോർഡ്സ് അല്ലാണ്ട് ലൈവ് ട്രേഡിങ്ങിന് എനിക്ക് ഓപ്പർച്യൂണിറ്റി തരുമെന്ന് ചോദിച്ചു. അപ്പോൾ സ്റ്റേജിൽ ലൈവ് ട്രേഡിങ്ങിന് എനിക്ക് ഓപ്പർച്യൂണിറ്റി തന്നു. അപ്പോൾ അതിൽ ഭയങ്കര നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട രീതിയിലൊരു മാർക്കറ്റായിരുന്നു അന്ന് സ്ട്രക്ചർ വന്നത്. എൻ്റെ ലക്കാണത്. അപ്പോൾ അതിൽ ഞാൻ നന്നായിട്ട് ട്രേഡ് ചെയ്തു. അവിടെ ആർക്കും ഇല്ലാത്ത രീതിയിൽ അത്രയ്ക്ക് ഭയങ്കര, അതിനു മുമ്പ് ആ സ്റ്റേജിൽ ആരും ഉണ്ടാക്കിയിട്ടില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റി. അപ്പോൾ അതുണ്ടാക്കാൻ പറ്റി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അടുത്ത ദിവസം സംസാരിക്കാൻ സ്പീക്കറായിട്ട് ഓപ്പർച്യൂണിറ്റി തന്നു. അതിനുശേഷം എല്ലാ ട്രേഡേഴ്സ് കാർണിവലിൽ ഇപ്പോൾ എന്നെ സ്പീക്കറായിട്ട് വിളിക്കാറുണ്ട്. അത് ഏറ്റവും നല്ല കാര്യം എന്ന് വെച്ചാൽ നമുക്ക് റിയൽ ട്രേഡേഴ്സായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. അവരെങ്ങനെയാണ്, അവരെന്തൊക്കെ സ്ട്രാറ്റജീസാണ് ഉപയോഗിക്കുന്നത്, അവരേതൊക്കെ പ്ലാറ്റ്ഫോമാണ് യൂസ് ചെയ്യുന്നത്, അവരെവിടെ നിന്നാണ് ന്യൂസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സോഴ്സ് ചെയ്യുന്നത്. അങ്ങനെ നമുക്കൊരു വൈഡായിട്ടുള്ള കണക്ട് ബിൽഡ് ചെയ്യാൻ പറ്റും. അതാണ് അതിൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഓക്കെ, അപ്പോൾ ഈ ട്രേഡേഴ്സ് കാർണിവലിന് നമ്മുടെ ബിഗിനേഴ്സിനൊക്കെ പോകാൻ പറ്റും? അതിനെന്തെങ്കിലും റിക്വയർമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടോ? ട്രേഡേഴ്സ് കാർണിവൽ അറ്റൻഡ് ആയിട്ട് പോകുന്നതിന് അങ്ങനെ റിക്വയർമെൻറ്റ്സ് ഇല്ല. അതിൽ സ്പീക്കറായിട്ട് പോകുന്നതിന് മാത്രം റിക്വയർമെൻറ്റ്സ് ഇല്ല. സ്പീക്കറായിട്ട് പോകണമെങ്കിൽ സക്സസ്ഫുൾ ട്രേഡർ ആയിരിക്കണം, ഒരു പ്രോപ്പർ സ്ട്രാറ്റജി ഉണ്ടായിരിക്കണം, അത് പഠിപ്പിക്കാനുള്ള സ്കിൽ ഉണ്ടായിരിക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നോക്കും. പക്ഷേ അറ്റൻഡ് ആയിട്ട് പോകാൻ അങ്ങനെ ഒന്നും ഒരു ബാരിയറും ഇല്ല. പക്ഷെ ഒരു പ്രശ്നമുള്ളത്, ഇതിൻ്റെ ഫീസ് കുറച്ച് കൂടുതലായിരിക്കും. 30,000+ ആയിരിക്കും 3 ദിവസത്തേക്കുള്ള 3 അല്ലെങ്കിൽ 4 ദിവസത്തേക്കുള്ള ഫീസ്. അപ്പോൾ അത് പേ ചെയ്യണമെങ്കിൽ അത്യാവശ്യം ട്രേഡിങ്ങിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്ന ആൾക്കാർ മാത്രമേ അങ്ങനെ ആ പൈസ മുടക്കി അങ്ങനെ പോകാറുള്ളൂ. നമ്മളിപ്പോൾ ട്രേഡേഴ്സ് കാർണിവലിൽ പോയി അറ്റൻഡ് ആയിട്ട് പോയത് കൊണ്ട് നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് വലിയ സ്ട്രാറ്റജീസോ അല്ലെങ്കിൽ ഒത്തിരി നോളജ് കിട്ടാനും ബുദ്ധിമുട്ടാണ്. അതിനേക്കാളും ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കവിടെ ആൾക്കാരോട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും, നമുക്കൊരു സോഷ്യൽ കണക്റ്റ് ഉണ്ടാവും, ഒരു ട്രേഡിംഗ് കമ്മ്യൂണിറ്റി ആയിട്ട് നമുക്ക് അടുത്ത് വയ്ക്കാൻ പറ്റും. അതാണ് ഈ ട്രേഡേഴ്സ് കാർണിവലിൽ പോകുന്നതിനുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ കണ്ടത്.